അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ അറബിക് ലാംഗ്വേജ് ലേണിംഗ് ക്ലാസ്സിൻ്റെ 20ാമത്തെ ക്ലാസ്സാണിന്ന്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അൽ ഫിഅലുൽ മുളാരിഉൽ മൻഫി, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ വെർബിൻ്റെ നെഗറ്റീവ് ഫോമാണ് പഠിക്കാൻ പോകുന്നത്. വർത്തമാന ഭാവി കാലക്രിയയുടെ നിഷേധക്രിയ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാസ്റ്റ് വെർബിൻ്റെ നെഗറ്റീവ് പഠിച്ചു. ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് പ്രസൻറ്റ് വെർബിൻ്റെ നെഗറ്റീവാണ്. ഒരു മുളാരിയായ ക്രിയ അഥവാ വർത്തമാന ഭാവി കാലക്രിയയെ നിഷേധക്രിയ, അറബിയിൽ അതിന് പറയാം മൻഫി അല്ലെങ്കിൽ നെഫി എന്നാണ്. അത് നമ്മൾ പഠിച്ചു നോക്കണം. നെഗറ്റീവ് എന്നുള്ളതിൻ്റെ അറബി വേർഡ് മൻഫി അല്ലെങ്കിൽ നെഫി. അപ്പോൾ ഒരു മുളാരിയായ ക്രിയയെ നമുക്ക് മൻഫി ആക്കണമെങ്കിൽ അഥവാ നെഗറ്റീവ് ആക്കുവാൻ അതിൻ്റെ മുമ്പിൽ 3 അവ്യയങ്ങൾ ലമ്മ്, ലന്ന്, ല, ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു അവ്യയം ചേർക്കുകയാണ് വേണ്ടത്. ഇതിൽ ലന്നും ലമ്മും മുളാരിയായ ക്രിയേൻ്റെ മുമ്പിൽ ചേർക്കുമ്പോൾ ആ മുളാരിയായ ക്രിയയുടെ അവസാന അക്ഷരത്തിൽ ചില ചേഞ്ചുകൾ, ചില മാറ്റങ്ങൾ വരുത്തണം. പത്ത് കസർ നമ്മിൽ ഒക്കെ. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ അതുണ്ടാവും, അതിപ്പോൾ പറയും. എന്നാൽ ല എന്ന അവ്യയം മുമ്പിൽ ചേർക്കുമ്പോൾ മുളാരിയായ ക്രിയയിൽ യാതൊരു മാറ്റവും നമ്മൾ വരുത്തേണ്ടതില്ല എന്നാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മുളാരിയായ ക്രിയയുടെ മുമ്പിൽ ല വന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്. ലന്നും ലമ്മും ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പറയാവുന്നതാണ്. അപ്പോൾ ല വന്നാൽ നമ്മൾ മുളാരിയായ ക്രിയേൻ്റെ 14 രൂപ നമ്മൾ പഠിച്ചതാണ്. യഫ്വലു, യഫ്വലാനി, യഫ്വലൂന, തഫ്വലു, തഫ്വലാനി, യഫ്വൽന, തഫ്വലു, തഫ്വലാനി, തഫ്വലൂന, തഫ്വലീന, തഫ്വലാനി, തഫ്വൽന, അഫ്വലു, നഫ്വലു. ല വെച്ചാലും അങ്ങനെ തന്നെ. ല യഫ്അലു, ല യഫ്അലാനി, ല യഫ്അലൂന, ല തഫ്വലു, ല തഫ്വലാനി, ല യഫ്വൽന, തേർഡ് പേഴ്സൺ. ലാ തഫ്വലു, ലാ തഫ്വലാനി, ലാ തഫ്വലൂന, ലാ തഫ്വലീന, ലാ തഫ്വലാനി, ലാ തഫ്വൽന, അത് സെക്കൻഡ് പേഴ്സൺ. ലാ അഫ്വലു, ലാ നഫ്വലു, അത് ഫസ്റ്റ് പേഴ്സൺ. ഇങ്ങനെ എല്ലാറ്റിനും ലാ മുമ്പിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിന് ഖുർആനിൽ നിന്നുള്ള ഉദാഹരണങ്ങളാണ് അവിടെ കൊടുക്കുന്നുണ്ട്. ലാ യഫ്അലു എന്ന് പറഞ്ഞാൽ ഹി എ മാൻ ഡസ് നോട്ട് ഡു, ഹി ഡോണ്ട് ഡു, ഹി വിൽ നോട്ട് ഡു, ഹി ഈസ് നോട്ട് ഡൂയിങ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയാം. പ്രസൻറ്റ് ഫ്യൂച്ചർ വെർബിൻ്റെ നെഗറ്റീവ്. മലയാളത്തിൽ പറഞ്ഞാൽ അവൻ ഒരു പുരുഷൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഭാവിയിൽ ചെയ്യുകയില്ല, ഈ ഒരു മീനിങ് ആണ്. അതിന് ഒന്നാമത്തെ ഉദാഹരണം ലാ യഫ്അലു മോഡൽ ഖുർആനിൽ ഉപയോഗിച്ച ഉദാഹരണം 4-ാം അധ്യായം 48-ാമത്തെ വചനം. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഇന്നല്ലാഹ, തീർച്ചയായിട്ടും അല്ലാഹു, ലാ യഗ്ഫിറു, അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. കണ്ടോ, ഗഫറ യഗ്ഫിറു എന്നാണ് വെർബ്. യഗ്ഫിറു അതിൻ്റെ പ്രസൻറ്റ് വെർബിന് മുമ്പിൽ ലാ വെച്ചപ്പോൾ അത് നെഗറ്റീവ് മീനിങ് ആയി. അള്ളാഹ് പുറത്തു കൊടുക്കൂല. എന്ത് പുറത്തു കൊടുക്കൂല? അൻ യുശ്റക ബിഹി, അള്ളാഹുവിൽ ഷിർക്ക് വെക്കുന്നത്, അള്ളാഹുവിൽ പങ്കുവെക്കുന്നത് അള്ളാഹു പുറത്തു കൊടുക്കൂല. വയഗ്ഫിറു മാ ദൂന ദാലിക, അതല്ലാത്തത് അള്ളാഹ് പുറത്തു കൊടുക്കും. ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എന്നാണ്. അപ്പോൾ സൂറത്ത് നിസായിലെ 48-ാം വചനത്തിൽ അത് പറയുന്നത് ലാ യഗ്ഫിറു, ലാ യഫ്അലു മോഡലാണ്. ഇനി അതിൻ്റെ ലാ യഫ്അലു, ലാ യഫ്അലാനി, ലാ യഫ്അലൂന മോഡൽ നമുക്ക് 2-ാം അധ്യായം ബഖറയിലെ 13-ാം വചനത്തിൽ കാണാം. അലാ ഇന്നഹും ഹുമുസ് സുഫഹാഉ വലാകിൻ ലാ യഅലമൂൻ. മുനാഫിക്കുകൾ വിശ്വാസികളെക്കുറിച്ച് വിഡ്ഢികൾ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഖുർആൻ അതിന് മറുപടി കൊടുക്കുകയാണ്. അലാ, അറിയുക, ഇന്നഹും, തീർച്ചയായിട്ടും അവർ തന്നെയാണ് അസുഫഹാഉ, വിഡ്ഢികൾ. വലാക്കിൻ, പക്ഷേ, ലാ യഅലമൂൻ, അവർ അറിയുന്നില്ല. അലിമ എന്നാണ് വെർബ്, അറിഞ്ഞു. യഅലമു അതിൻ്റെ പ്രസൻറ്റ് ടെൻസ്. യഅലമു, യഅലമാനി, യഅലമൂന, അല്ലേ, തേർഡ് പേഴ്സൻ്റെ പുല്ലിംഗത്തിൻ്റെ മെയിലിൻ്റെ പ്ലൂറലാണ്. യഅലമൂൻ, അവർ അറിയുന്നില്ല. ലാ വെക്കുമ്പോൾ അവർ അറിയുന്നില്ല എന്നാണ്. ഇനി
അത് കഴിഞ്ഞ് സെക്കൻഡ് പേഴ്സണിലേക്ക് വരുമ്പോൾ തഫ് അലു ലാ തഫ് അലു അഥവാ നീ ചെയ്യുന്നില്ല. അതിനുദാഹരണം 10-ാം അധ്യായം യൂനുസിലെ 106-ാം വചനം വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക. വലാ തദ്ഉ, നീ ദുആ ഇരിക്കരുത്, നീ പ്രാർത്ഥിക്കരുത്, മിൻ ദൂനില്ല, അള്ളാഹുവിനെ കൂടാതെ, മാ ലാ യൻഫഉക, നിനക്ക് പ്രയോജനപ്പെടാത്ത ആളുകളെ, വലാ യദുറുക, നിനക്ക് ഉപദ്രവമോ നിനക്ക് ഉപകാരമോ ചെയ്യാൻ കഴിയാത്തവരെ അള്ളാഹുവിൻ്റെ പുറമെ നീ ആരാധിക്കരുത്. അപ്പോൾ ദഅ യദ്ഉ എന്നാണ് വെർബ്. യദ്ഉ എന്ന് നമുക്ക് സർഫാക്കിയാൽ തദ്ഉ, നീ പ്രാർത്ഥിക്കുന്നു. വലാ തദ്ഉ, നീ പ്രാർത്ഥിക്കരുത്. ലാ വെക്കുമ്പോൾ നീ പ്രാർത്ഥിക്കരുത്. ഇവിടെ രണ്ട് നെഗറ്റീവ് വേറെ ഉണ്ട്. മാ ലാ യൻഫഉക, നിനക്ക് പ്രയോജനപ്പെടാത്തത് തേർഡ് പേഴ്സണാണ്. വലാ യദുറുക, നിനക്ക് ഉപദ്രവം ചെയ്യാൻ കഴിയാത്ത, നിനക്ക് ഉപകാരം ചെയ്യാൻ കഴിയാത്തവരെ നീ പ്രാർത്ഥിക്കരുത്. അതും നഫി തന്നെയാണ്, തേർഡ് പേഴ്സണാന്നേ ഉള്ളൂ. ലാ യൻഫഉ ലാ യദുറു. അപ്പോൾ ഇനി അപ്പം സെക്കൻഡ് പേഴ്സൻ്റെ സിംഗുലറായി, സെക്കൻഡ് പേഴ്സൻ്റെ പ്ലൂരൽ തഫ്അലു ലാ തഫ്അലു ലാ തഫ്അലാനി ലാ തഫ്അലൂന മോഡൽ. 2-ാം അധ്യായം ബഖറയിലെ 30-ാം വചനം ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. മലക്കുകളോട് അല്ലാഹ് പറയുന്നുണ്ട്, മനുഷ്യവർഗത്തെ ഭൂമിയിൽ ഞാൻ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്തിനാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന, പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരു തലമുറ ഉണ്ടാക്കുന്നത്? ഞങ്ങൾ എന്നല്ലേ നിനക്ക് തസ്ബീഹ് ചൊല്ലുവാനും തഹ്ലീൽ ചൊല്ലുവാനും ഒക്കെ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹ് പറഞ്ഞാണിത്. ഖാല, അല്ലാഹ് പറഞ്ഞു, ഇന്നി അഅലമു, തീർച്ചയായിട്ടും ഞാൻ അറിയും, മായുടെ 3-ാമത്തെ ഉപയോഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. മാ നെഗറ്റീവിനല്ലാതെ വേറെ ചില കാര്യങ്ങൾക്കും മാ ഉപയോഗിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അതിൽപ്പെട്ട മുമ്പ് പറഞ്ഞതിനെ വ്യക്തമാക്കുവാനുള്ള മായാണിത്. മാ ഒന്ന്, ലാ തഅലമു, നിങ്ങൾക്കറിയാത്ത ഒന്ന് എനിക്കറിയാം. തഅലമു, അലിമ അറിഞ്ഞു, യഅലമു അറിയുന്നു, യഅലമൂന അവരറിയുന്നു, മുകളിൽ വന്നു. തഅലമു നീ അറിയുന്നു, തഅലമൂന നിങ്ങൾ അറിയുന്നു. അപ്പം നിങ്ങൾക്ക് അറിയാത്ത, അത് നെഗറ്റീവാക്കി, നിങ്ങൾക്കറിയാത്ത ഒന്ന് എനിക്കറിയാം എന്ന് അള്ളാഹു മലക്കോട് പറയാം. ഇനി ഫസ്റ്റ് പേഴ്സണിലേക്ക് വരുമ്പോൾ ലാ അഫ്അലു, ഞാൻ ചെയ്യുകയില്ല എന്നുള്ളൊരു ഉദാഹരണം നമുക്കെല്ലാവർക്കും പരിചയമുള്ള 109-ാം അധ്യായം സൂറത്ത് കാഫിറൂനയിൽ മുശ്രിക്കുകളെ ആളുകൾ വിശ്വാസരംഗത്തും ആരാധന രംഗത്തും അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി വന്നപ്പോൾ നബിയോട് പറയാൻ വേണ്ടി ഖുർആൻ പറഞ്ഞതാണ് ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കുകയില്ല അല്ലെങ്കിൽ ആരാധിക്കുന്നവൻ അല്ല. മാ ഒന്ന്, തഅ്ബുദൂന, നിങ്ങൾ ആരാധിക്കുന്ന ഒന്നിനെ ഞാൻ ആരാധിക്കുന്നവൻ അല്ല. അത് ഫസ്റ്റ് പേഴ്സണാണ്. ഞാൻ ആരാധിക്കുന്നവൻ അല്ല. ലാ നെഗറ്റീവാക്കി, ലാ അഫ്അലു മോഡൽ. ഇനി നഫ്അലു, ഞങ്ങൾ ആരാധിക്കുന്നു എന്നുള്ളത് 3-ാം അധ്യായം സൂറത്ത് ആലി ഇംറാനിലെ 64-ാമത്തെ വചനം. ഇത് ഖുർആൻ വേദക്കാരെ ക്ഷണിക്കുകയാണ്. കൊല്യാഹുലൽ കിതാബി ആയത്ത് മുഴുവൻ ഇവിടെ എഴുതാൻ സ്ഥലം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ആ പോയിന്റ് മാത്രമേ എഴുതുള്ളൂ. കൊല്യാഹുലൽ കിതാബിയോ, പ്രവാചകരെ പറയണം, വേദക്കാരെ, താലോ നിങ്ങൾ വരണം, ഇലാ കലിമത്തിൻ്റെ ഒരു വചനത്തിലേക്ക്, സവാഇൻ ബൈനനാ വ ബൈനക്കും, നമ്മളുടെയും നിങ്ങളുടെയും ഇടയിൽ കോമൺ ആയിട്ടുള്ള, നമ്മൾക്ക് എതിർപ്പില്ലാത്ത, തർക്കമില്ലാത്ത ഒരു വിഷയത്തിലേക്ക് നിങ്ങൾ വരണം. അതെന്താണ്? അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്, അള്ളാഹുവിനല്ലാതെ ആരാധിക്കരുത്. വലാ നുശ്രിക ബിഹി ഷൈഅൻ, അള്ളാഹുവിൽ ആരെയും പങ്കു ചേർക്കരുത്. എന്നാൽ ആ വിഷയത്തിൽ, തൗഹീദിൻ്റെ വിഷയത്തിൽ യോജിച്ച് നമ്മൾ പ്രവർത്തിച്ചുകൂടെ? അവിടെ പറഞ്ഞു നഅ്ബുദ അല്ലാ നഅ്ബുദ, ലാ നഅ്ബുദ, ഞങ്ങൾ ആരാധിക്കാതിരിക്കുവാനും, വലാ നുശ്രിക, നമ്മൾ പങ്കു ചേർക്കാതിരിക്കുവാനും, ബിഹി അള്ളാഹുവിൽ ഷൈഅൻ, ഒന്നിനെയും. അപ്പം അള്ളാഹുവിനല്ലാതെ ആരാധിക്കാതിരിക്കുവാനും അള്ളാഹുവിൽ ആരെയും പങ്കു ചേർക്കാതിരിക്കുവാനുമുള്ള പൊതുവായ വിഷയത്തിലേക്ക് നിങ്ങൾ വരണം എന്നാണ്. അപ്പോൾ നഅ്ബുദു, ഞങ്ങൾ ആരാധിക്കുന്നു എന്നുള്ളതിന് മുമ്പിൽ ലാ വന്നതുകൊണ്ട് ലാ നഅ്ബുദു, ഞങ്ങൾ ആരാധിക്കുകയില്ല. ശുശിരിക്കു, ശിർക്ക് വെക്കുന്നു, നുശിരിക്കു, ഞങ്ങൾ ശിർക്ക് വെക്കുന്നു. ലാ വെച്ചാൽ ലാ നുശിരിക്കു. അപ്പം ലാ വെച്ചുകൊണ്ടുള്ള നെഗറ്റീവാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ലമ്മും ലന്നും വെച്ചിട്ടുള്ള നെഗറ്റീവ് പഠിക്കാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. പിന്നെ ഈ വെർബിനെ നെഗറ്റീവാക്കാൻ മാത്രമല്ല, ഒരു നാമത്തെയോ ഒരു വാചകത്തെയോ നിഷേധിക്കുവാനും ലാ എന്ന അവ്യയം ഉപയോഗിക്കും.
36-ാം അധ്യായം യാസീനിലെ 40-ാം വചനത്തിൽ കാണാം ലശംസു യംബഗി ലഹാ അൻ തുദ്രിക്കൽ ഖമർ വലല്ലൈലു സാബിഖുൻ നഹാർ. ഷംസ് എന്നുള്ളത് ഒരു നൗണാണ്, സൂര്യൻ ലാ എന്ന് പറഞ്ഞാൽ ലാ വെച്ചാൽ എന്താർത്ഥം? അല്ല. യംബഗി ലഹാ അൻ തുദ്രിക്കൽ ഖമർ, ചന്ദ്രനെ പ്രാപിക്കുവാൻ അതിന് കഴിയുകയില്ല. അതൊരു സെൻറ്റൻസാണ്. ആ സെൻറ്റൻസിൽ തന്നെ ലാ വെച്ചുകൊണ്ട് നെഗറ്റീവ് ആക്കുകയാണ്. ലാ വെക്കാതെ പറഞ്ഞാൽ അശംസു യംബഗി ലഹാ അൻ തുദ്രിക്കൽ ഖമർ, സൂര്യനെ ചന്ദ്രനെ പ്രാപിക്കുവാൻ കഴിയും എന്നാണ് അർത്ഥം. അതേപോലെ നെഗറ്റീവ് ആക്കുമ്പോൾ ലാ വെക്കുന്നു, ലശംസു യംബഗി ലഹാ അൻ തുദ്രിക്കൽ ഖമർ, സൂര്യന് ചന്ദ്രനെ പ്രാപിക്കാൻ കഴിയില്ല. അടുത്ത വാചകത്തെയും നെഗറ്റീവ് ആക്കുന്നില്ല. വലല്ലൈലു, രാത്രിക്കും അല്ല, സാബിക്കുൻ നഹാർ, പകലിനെ അത് മുൻകടക്കുന്നതല്ല. രാവ് പകലിനെ മുൻകടക്കുന്നതല്ല. ലാ വെക്കാതെ പറഞ്ഞാൽ അല്ലേലു രാത്രി, സാബിക്കുൻ മുൻകടക്കുന്നതാണ്, നഹാർ പകലിനെ എന്നുള്ള ഒരു സെൻറ്റൻസാണ്. ആ സെൻറ്റൻസിനെ ലാ എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് ആക്കുന്നു. ലല്ലൈലു, വലല്ലൈലു രാത്രി അല്ല, സാബിക്കുൻ നഹാർ പകലിനെ മുൻകടക്കുന്നതല്ല. ഇനി ഒരു നൗണിനെ മാത്രം നെഗറ്റീവ് ആക്കിയത്. അള്ളാഹു ആരാണ്? ലാ ഇലാഹ, ഒരാരാധ്യൻ ഇല്ല. ഇലാഹ് എന്ന നൗണിനെ നെഗറ്റീവ് ആക്കുന്നു. ഇല്ലാഹുവ, അള്ളാഹു അല്ലാതെ ഒരാരാധ്യൻ ഇല്ല. രണ്ട് നെഗറ്റീവ് പറയുമ്പോൾ ഒന്ന് ഡെഫിനിറ്റ് ആവും. അപ്പോൾ അള്ളാഹ് മാത്രമാണ് ആരാധ്യൻ എന്ന് വരും. അള്ളാഹ് ആരാണ്? അൽ ഹയ്യു, എന്നൊന്ന് ജീവിച്ചിരിക്കുന്നവൻ, ഖയ്യൂം എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ്. 2-ാം അധ്യായം ബഖറയിലെ 255-ാമത്തെ വചനം, ആയത്തുൽ കുർസി എന്ന് പറയുന്ന നമ്മളെ വചനത്തിൽ നമ്മളെല്ലാവരും ഓതുന്നതാണ്. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം. അപ്പോൾ ലാ എന്നുള്ള അവ്യയത്തിൻ്റെ വെർബിനെ, പ്രസൻറ്റ് വെർബിനെ നെഗറ്റീവ് ആക്കുവാനും അതേമാതിരി ഒരു നാമത്തെയോ ഒരു സെൻറ്റൻസിനെയോ നെഗറ്റീവ് ആക്കുവാനുമുള്ള പ്രയോഗമാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ 2 എക്സസൈസ് ഹോംവർക്കുകളുണ്ട്. താഴെ കൊടുത്ത മുളാരിയായ ക്രിയകൾക്ക് മുമ്പിൽ ലാ എന്ന അവ്യയം ചേർത്തിട്ട് അർത്ഥം എഴുതണം. ഒന്ന്, യഖ്ലുഖു, അവൻ സൃഷ്ടിക്കുന്നു. ഇതിനു മുമ്പിൽ ലാ വെച്ചാൽ അർത്ഥത്തിൽ വരുന്ന വ്യതിയാനം എന്താണ്, വ്യത്യാസം എന്താണ്, നോട്ട് ബുക്കിൽ നിങ്ങൾ എഴുതണം. ഇതിനായിട്ടൊരു നോട്ട് ബുക്ക് നിങ്ങൾ കരുതുന്നത് നല്ലതാണ്. പിന്നെ ഈ ക്ലാസ്സുകളെല്ലാം യൂട്യൂബിലാണ് ഉണ്ടായിട്ട് കാര്യമില്ല. ഒരു നോട്ട് ബുക്ക് വാങ്ങി അതിലേക്ക് പകർത്തി ഓരോ ക്ലാസ്സിൻ്റെയും നമ്പർ ഇട്ട് ഓരോ പേജ് എടുത്ത് അതിലേക്ക് എക്സസൈസ് എഴുതി പഠിക്കുമ്പോൾ അർത്ഥപൂർണമായ ഉപകാരപ്രദമായ ഒരു പഠനമായി മാറും. യസ്മഊന, അവർ കേൾക്കുന്നു. 3rd പേഴ്സൻ്റെ പ്ലൂറലാണ്. യസ്മഊന മേലിൻ്റെ, അവർ കേൾക്കുന്നു. അതിനുമുമ്പിൽ ലാ വെക്കണം. അപ്പോൾ അർത്ഥം എങ്ങനെ ആവും? 3, നദ്ഖുലു, ഞങ്ങൾ പ്രവേശിക്കുന്നു. ഫസ്റ്റ് പേഴ്സണാണ്, എൻ്റെ പ്ലൂറലാണ്, ഞങ്ങൾ പ്രവേശിക്കുന്നു. 4, അഫ്തഹു, ഞാൻ തുറക്കുന്നു. ഞാനാണ് തുറക്കുന്നത്. ഫസ്റ്റ് പേഴ്സൻ്റെ സിംഗുലറാണ്. 5, തഷ്കുറൂൻ, നിങ്ങൾ നന്ദി ചെയ്യുന്നു. നിങ്ങൾ നന്ദി ചെയ്യുന്നു. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഹോംവർക്കിൻ്റെ ആൻസർ കൊടുക്കുകയാണ്. ചോദ്യതായിരുന്നു താഴെ കൊടുത്ത കഴിഞ്ഞകാല ക്രിയകൾക്ക് മുമ്പിൽ മാ എന്ന അവ്യയം ചേർത്ത് അർത്ഥം എഴുതണം. ചേർത്താൽ പോരാ, അർത്ഥം എഴുതണം. ചേർക്കാത്തതിൻ്റെ അർത്ഥം അവിടെ കൊടുക്കുന്നുണ്ട്. ഖലക്ക, സൃഷ്ടിച്ചു. മാ വെക്കുമ്പോൾ മാ ഖലക്ക, എന്താർത്ഥം? സൃഷ്ടിച്ചിട്ടില്ല. ഖത്തല, കൊന്നു. മാ വെക്കുമ്പോൾ എന്താണ്? മാ ഖത്തല, കൊന്നിട്ടില്ല. സമിയ, കേട്ടു. മാ സമിയ എന്ന് പറഞ്ഞാൽ എന്താ? കേട്ടിട്ടില്ല. അലിമ, അറിഞ്ഞു. മാ അലിമ എന്ന് പറഞ്ഞാൽ എന്താ? അറിഞ്ഞിട്ടില്ല. ദഖല, പ്രവേശിച്ചു. മാ ദഖല എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചിട്ടില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ. ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോൾ എടുത്ത 20-ാമത്തെ ക്ലാസ്സിൻ്റെ ആൻസർ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്നതാണ്. വിശുദ്ധമായ ഖുർആൻ പഠിക്കുവാൻ, അറബിക് ലാംഗ്വേജ് പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും ഒക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.